അപ്പോൾ നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് LDCയിലെ നമ്മുടെ അഞ്ചാമത്തെ ടോപ്പിക്കായിട്ടുള്ള ഒറ്റയാനെ കണ്ടെത്തുക എന്നുള്ള ടോപ്പിക്കാണ് കേട്ടോ നോക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഒറ്റയാനെ കണ്ടെത്തുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചോദ്യത്തിൽ തന്നെ കുറച്ച് ടേംസോ എന്തെങ്കിലും വാക്കുകൾ തരാം, അല്ലെങ്കിൽ കുറച്ച് നമ്പറുകൾ തരാം. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒന്നിനെ കണ്ടെത്താൻ പറയാം. അല്ലാന്നുണ്ടെങ്കിൽ ഓപ്ഷനുകൾ ഒരു ABCD പറഞ്ഞ ഒരു 3-4 ഓപ്ഷൻ തന്നിട്ട് ക്വസ്റ്റ്യൻ ഇങ്ങനെ തരാം. ഈ താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ വ്യത്യസ്തമായിട്ടുള്ളത് ഏതാണെന്നുള്ളത് കണ്ടെത്താം. അപ്പോൾ ആ രണ്ട് രീതിയിലും ഇതിൻ്റെ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളത്. ഒന്നാമത്തെ ചോദ്യം 27, 37, 49, 63, 78, 97 ഈ തന്നിരിക്കുന്ന നമ്പറിൽ നിന്നും ഒറ്റയാനെ കണ്ടെത്താനാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇതിൽ ഏതാണ് ഒറ്റപ്പെട്ട് നിൽക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. നമുക്ക് ഇങ്ങനെ കാണുന്ന സമയത്ത് അങ്ങനെ ഒറ്റ സംഖ്യകളുണ്ട്, ഇരട്ട സംഖ്യകളുണ്ട്, സ്ക്വയർ സംഖ്യകളുണ്ട്. അപ്പോൾ എല്ലാ ടൈപ്പ് ഇതിൽ കാണുന്നുണ്ട് അല്ലേ. 49 പറയുമ്പോൾ 7ന്റെ സ്ക്വയർ ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഭാജ്യസംഖ്യയും അഭാജ്യസംഖ്യയും ഒക്കെ കാണാം. അപ്പം ഇതിൽ നമ്മൾക്ക് ഒരു പെട്ടെന്ന് നോട്ടീസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊന്നും ഇല്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെയുള്ള ഒരു ശ്രേണി തന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആദ്യം നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 10 അല്ലേ. 27ഉം 37ഉം ഡിഫറൻസ് 10 ആണ്. ഇനി 37ഉം 49 എടുക്കുന്ന സമയത്ത് എത്രയാണ്? 12 ആണ് അല്ലേ. ഇനി 49ഉം 63ഉം എടുക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അത് തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത്? 14 ആണ് അല്ലേ. ഓക്കെ. ഇനി 63ഉം 78ഉം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് വരുന്നത്? അത് തമ്മിലുള്ള ഡിഫറൻസ് പറയുമ്പോൾ 15 വരുന്നത് അല്ലേ. പിന്നെ 78ഉം 97ഉം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര ഡിഫറൻസ് വരുന്നത്? 19 അല്ലേ. അപ്പം നമ്മൾക്ക് ഈ തുടക്കത്തിൽ തന്നെ മനസ്സിലായി എങ്ങനെയാണ് വരിക. സംഖ്യകൾ തമ്മിലുള്ള ഡിഫറൻസ് 2 കൂടിയിട്ടാണ് വരേണ്ടത് അല്ലേ. ആദ്യത്തെ രണ്ടെണ്ണം തമ്മിൽ 10, അടുത്ത രണ്ടെണ്ണം തമ്മിൽ 12, പിന്നെ അടുത്ത രണ്ടെണ്ണം തമ്മിൽ 14. അപ്പം ഞാൻ അടുത്ത രണ്ടെണ്ണം തമ്മിൽ ഉണ്ടാവേണ്ടത് ആക്ച്വലി ഇവിടെ 16 വരേണ്ടത് അല്ലേ. ഇവിടെ 16 വരണം. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ത് വേണം? 18 വരണം. അപ്പോൾ ഇവിടെ ഈ 78, 97 ആണ് അവിടെ ഡിഫറൻസ് വരിക അല്ലെ. അവിടെയാണ് പ്രശ്നം വരാൻ നമ്മൾക്ക് മനസ്സിലായി. അപ്പം ഇതിൽ നമ്മൾക്ക് 78 എന്നുള്ളത് 79 ആക്കി എന്താ വ്യത്യാസം വരിക നോക്കാം അല്ലേ. 63, 79, 97 നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ സംഭവിക്കാൻ നോക്കാം. 63, 79 അത് തമ്മിലുള്ള ഡിഫറൻസ് എത്ര വരിക? അത് തമ്മിലുള്ള ഡിഫറൻസ് നോക്കുന്ന സമയത്ത് 16 വരിക അല്ലേ. ഇനി ഇവർ തമ്മിലുള്ള ഡിഫറൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിലോ അത് 18 വരിക. അപ്പം നമുക്ക് 78ലാണ് പ്രശ്നക്കാരൻ വരുന്നത് അല്ലേ. 78ന് 79 ആയിരുന്നെങ്കിൽ കറക്റ്റ് ആയേനെ. അപ്പം നമ്മൾക്ക് ഇതിൽ ഓഡ് വൺ അല്ലെങ്കിൽ ഒറ്റയാൻ ഇതിൽ ആരാണെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കേണ്ടത്. അത് 78 ആണ്. അത് ഏത് ഓപ്ഷനാണ്? ഓപ്ഷൻ A ആണ്. മനസ്സിലായില്ലേ? അടുത്തത് ഇപ്പം പറഞ്ഞ പോലത്തെ മറ്റൊരു ചോദ്യമാണ് 65, 62, 60, 53, 57, 55, 51 ഇങ്ങനെ കുറേ നമ്പറുകൾ തന്നിട്ടുണ്ട്. ഇതിൽ ഒറ്റയാൻ ആരാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ ഇതിൽ നമ്മൾക്ക് ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്തടുത്തുള്ള നമ്പറുകളൊക്കെ ആണല്ലോ അല്ലേ. 45, 62 ഒക്കെ ഒരു ഡിസെൻഡിങ് ഓർഡറിലാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് നോക്കാം? തമ്മിലുള്ള ഡിഫറൻസ് ആദ്യം നോക്കാം. വ്യത്യാസം എന്താ? 65-ന് 63 എന്ന് പറയുമ്പോൾ അവിടെ 3 കുറയാണ് അല്ലേ. 62-ന് 60 എന്ന് പറയുമ്പോൾ അത് 2 കുറയാണ്. 60-ന് 57 എന്ന് പറയുമ്പോൾ 3 കുറയാണ്. 57-ന് 55 എന്ന് പറയുമ്പോൾ 2 കുറയാണ്. 55-ന് 51 എന്ന് പറയുമ്പോൾ 4 കുറയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ സീരീസ് എങ്ങനെയാണ് പോകുന്നത്. 3 കുറയുന്നു, 2 കുറയുന്നു, 3 കുറയുന്നു, 2 കുറയുന്നു, ആ ഓർഡറിലാണ് പോകുന്നത്. അപ്പോൾ അതിനിടയ്ക്കൊരു 4 കുറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ 4 കുറയാനായിട്ട് പാടില്ല. അപ്പോൾ 55 ഇവിടെയൊക്കെ കറക്റ്റ് ഓർഡർ. അപ്പോൾ ഇവിടെ നിന്നാണ് തെറ്റുന്നത്. അപ്പോൾ 51-ലാണ് അവിടെ മിസ്റ്റേക്ക് വരിക അല്ലേ. 51 എന്നുള്ളത് എത്രയാവണം? 52 എന്നാണെങ്കിൽ അത് കറക്റ്റായി അല്ലേ. അപ്പോൾ ശരിക്കും വരേണ്ടത് 51 അല്ല. അപ്പോൾ ഇവിടെ തെറ്റായിട്ടുള്ള ഉത്തരം ഏതാണ്? ഇവിടെ ഒറ്റയാൻ ആരാണ്? അത് ഓപ്ഷൻ A ആണ്. ഓക്കെ. അടുത്തത് ഇനി പറയുന്ന 4-ൽ 3 എണ്ണം ഒരു പ്രത്യേക രീതിയിൽ സമാനമാണ്. താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ 3 എണ്ണം ഒരുപോലെയാണ്. 4-മത്തെയാണ് പ്രശ്നക്കാർ. ആ പ്രശ്നക്കാർ ആരാന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആ ഒറ്റയാനെ കണ്ടെത്താം. തന്നിരിക്കുന്ന നിറങ്ങൾ ഏതൊക്കെയാണ്? വയലറ്റ്, കറുപ്പ്, പച്ച, ചുവപ്പ്. ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഈ പച്ചയും ചുവപ്പും വയലറ്റൊക്കെ നമ്മളുടെ മഴവില്ലിലെ നിറങ്ങളാണ് അല്ലേ. മഴവില്ലിലെ നിറങ്ങൾ ഏതാ? 7 എണ്ണം ഉണ്ട്. അതിനെ നമ്മൾ കോഡായിട്ട് പഠിച്ചിട്ടുണ്ട് വിബ്ജിയോർ എന്ന് അല്ലേ. അപ്പോൾ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ,
നീല, അത് ഗ്രീൻ പച്ച, യെല്ലോ മഞ്ഞ, ഓറഞ്ച് റെഡ് ചുവപ്പ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഓർഡർ. ഈ നിറങ്ങളൊക്കെ എന്തിലാണ്? നമ്മുടെ മഴവില്ലിൽ കാണുന്ന നിറങ്ങളാണ്. ഇതാണ് അതിൻ്റെ ഓർഡർ. അപ്പോൾ ഇതിൽ വയലറ്റും പച്ചയും ചുവപ്പും വരില്ല. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള നമ്മുടെ ആൻസർ. ഈ ഒരു ലിസ്റ്റിൽ പെടാത്ത ആൾ ആരാണ്? അത് കറുപ്പാണ് അല്ലേ? അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത്, ഇനി പറയുന്ന 4-ൽ 3 എണ്ണം ഒരു പ്രത്യേക രീതിയിൽ സമാനമാണ്. അതിനാൽ അതൊരു ഗ്രൂപ്പ് ആക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. ആ ഗ്രൂപ്പിൽ ഉൾപ്പെടാത്തതിനെ കണ്ടെത്താം. ഒറ്റയാനെ കണ്ടെത്താനാണ് പറയുന്നത്. കിടപ്പുമുറി, സിറ്റി, നഗരം, രാജ്യം. അതിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലേ? നമ്മൾക്ക് കിടപ്പുമുറി എന്ന് പറയുന്നത് മാത്രമാണ് വ്യത്യസ്തമായിട്ട് ഇതിൽ നിൽക്കുന്നത്. സിറ്റിയും നഗരവും രാജ്യവും എല്ലാം മനുഷ്യവാസ സ്ഥലങ്ങളാണ്. കിടപ്പുമുറി പറയുമ്പോൾ ഒരു കിടപ്പുമുറി വന്ന് എങ്ങനെയാ? ഈ പറയുന്ന ഒരു വീടെടുത്തെങ്കിൽ അതിലുള്ളൊരു ചെറിയ ഭാഗം മാത്രമാണ് കിടപ്പുമുറി എന്ന് പറയുന്നത് അല്ലേ? അപ്പം നമ്മൾക്ക് ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഇനി പറയുന്ന 4-ൽ 3 എണ്ണം ഒരു പ്രത്യേക രീതിയിൽ സമാനമാണ്. അതിനാൽ ഒരു ഗ്രൂപ്പ് രൂപീകരിക്കുന്നു. ആ ഗ്രൂപ്പിൽ ഉൾപ്പെടാത്തത് വീണ്ടും ഒറ്റയാൻ ആരാണ്? വായനക്കാരൻ, പ്രസാധകൻ, പ്രിന്റർ, എഴുത്തുകാരൻ. ഈ 4 ഓപ്ഷനിൽ വ്യത്യസ്തമായി നിൽക്കുന്നത് ആരാണെന്നാണ് ചോദ്യം. ഓക്കെ, പ്രസാധകനും പ്രിന്ററും എഴുത്തുകാരനും ഒക്കെ എന്താണ്? അതൊക്കെ ന്യൂസ് പേപ്പറുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ് അല്ലേ? ന്യൂസ് പേപ്പർ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈ 3 ആൾക്കാർ ഇതെല്ലാം വേണം. പ്രസാധകൻ വേണം, ഒരു പ്രിന്റർ വേണം, എഴുത്തുകാരനൊക്കെ വേണം. വായനക്കാരൻ പറയുന്നത് ആ ന്യൂസ് പേപ്പർ നമ്മുടെ കയ്യിൽ കിട്ടുന്ന സമയത്ത് വായിക്കുന്ന ആളാണ് വായനക്കാരൻ, അത് ഉപയോഗിക്കുന്ന ആളാണ് വായനക്കാരൻ. ഇതിന് നിർമ്മാണത്തിന് ബാക്കിയുള്ള ആൾക്കാർ വേണം. അപ്പൊ നമ്മുടെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ് ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, ഇനി പറയുന്ന 4-ൽ 3 എണ്ണം ഒരു പ്രത്യേക രീതിയിൽ സമാനമാണ്. അതിനാൽ ഒരു ഗ്രൂപ്പ് രൂപീകരിക്കുന്നു. ആ ഗ്രൂപ്പിൽ ഉൾപ്പെടാത്തതൊന്ന് കണ്ടെത്താനാണ് പറയുന്നത്. ബസ്, ട്രെയിന്, ട്രാം, ട്രാക്ടർ. ഓക്കെ, ഇതിൽ ബസ് എന്താണ്, ട്രെയിൻ എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയാം അല്ലേ? ട്രാം എന്ന് പറയുന്നത് നമുക്ക് പൊതുനിരത്തിൽ ഓടുന്ന ഒരു വണ്ടി തന്നെയാണ് കേട്ടോ. ട്രാം എന്ന് പറയുന്നത് ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് വാഹനം തന്നെയാണ്. നമ്മളിപ്പോൾ ട്രെയിൻ ഒരു റെയിലിൽ കൂടെ അല്ലേ ഓടിക്കുന്നത്, അതേപോലെ തന്നെ ഓടിക്കാൻ പറ്റുന്ന ഒന്നാണ്. നമ്മളുടെ ഈ നാട്ടിലൊന്നുമില്ല, ബ്രിട്ടീഷ് ആ ഭാഗത്തൊക്കെയാണ് നമുക്കിത് പ്രധാനമായിട്ടും ട്രാം എന്ന് പറയുന്ന വാഹനം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള 3 എണ്ണം ബസ്സും ട്രെയിനും ട്രാമും ഒക്കെ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ പെടുന്നതാണ് അല്ലേ? യാത്രക്കാർക്ക് യാത്ര ചെയ്യാനുള്ളതാണ്. ട്രാക്ടർ എന്ന് പറയുന്നത് കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, ഒരു സീരീസ് പിന്നെയും തന്നിരിക്കുകയാണ്. 8, 16, 32, 64, 128, 256, 423, 1024. അപ്പം അങ്ങനെ ഒരു സീരീസ് വന്നിട്ടുണ്ടല്ലേ? അപ്പം ഇതിൽ നമുക്ക് ഒറ്റയാനെ കണ്ടെത്താനാണ് നമ്മുടെ ചോദ്യം. ഇത് നമ്മൾ സ്ക്വയർ ഒക്കെ കാണാണ്ട് പഠിച്ചിട്ടുള്ള ആളുകൾക്ക് ഇത് വേഗം കിട്ടും അല്ലേ? അല്ലെങ്കിൽ 2ന്റെ നമ്മൾ 2 സ്ക്വയർ ആണെങ്കിൽ 4, 2 ക്യൂബ് ആണെന്നുണ്ടെങ്കിൽ 8, അങ്ങനെയൊക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാരുണ്ടാവുമല്ലോ. 2 അങ്ങനെ 2ന്റെ നമ്മൾ 15, 2ന്റെ 15 വരെ 2⁵15 വരെ പഠിക്കുന്നത് നല്ലതാണ്. ഇതുപോലെയുള്ള അക്ഷരങ്ങൾ ഇതുപോലെയുള്ള നമ്പർ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ 2⁴ 2⁴4 എന്ന് പറയുന്നത് 16 ആണ്. 2⁵5 എന്ന് പറയുന്നത് 32 ആണ്. 2⁵6 എന്ന് പറയുമ്പോൾ അത് 64 ആണ്. പിന്നെ 128, 256, അങ്ങനെ പോകും. 256, പിന്നെ 512, പിന്നെ 2⁻10 ആണ് എന്തെന്ന് പറയുന്നത് 1024 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ പോവും. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാം 256 വരെ കറക്റ്റ് ഓർഡറില്ല. ഓക്കെ, ഈ ഒരു ഭാഗം മാത്രം 512 വരേണ്ട സ്ഥാനത്ത് അവിടെ ആര് വന്നിട്ടുണ്ട്? 423 വന്നിട്ടുണ്ട്. അപ്പം നമ്മളുടെ ഇതിലുള്ള ഒറ്റയാന ആരാണ്? ഓപ്ഷൻ എ 423 ആണ്. ഓക്കെ, ഇതൊക്കെ കാണാതെ പഠിക്കണം കേട്ടോ. ഇത് നമുക്ക് പല തരത്തിലുള്ള ചോദ്യങ്ങൾ വരുന്ന സമയത്ത് ഉപകാരപ്പെടും. ഇത് മാത്രമല്ല, വേറെയും പല ടോപ്പിക്കുകളുടെ താഴെയും ഈ പറഞ്ഞ സ്ക്വയറിങ് ക്യൂബൊക്കെ പഠിക്കുന്നത് നമ്മൾക്ക് ബെനിഫിറ്റ് ആണ്. അടുത്ത ചോദ്യം 11, 13, 17, 19, 23, 29, 30. ഈ സംഖ്യകളിൽ ഒറ്റയാൻ ആരാണെന്നാണ് ചോദിക്കുന്നത്. നമ്മൾ ഭാജ്യസംഖ്യകളും അഭാജ്യസംഖ്യകളൊക്കെ സംഖ്യകൾ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ഇപ്പം 11 ആണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ഘടകങ്ങളായിട്ടുള്ളത് 1ഉം 11ഉം മാത്രമായിരിക്കും അല്ലേ? ഇപ്പം 3 ആണെങ്കിൽ 1ഉം 3ഉം മാത്രമായിരിക്കും. ഇതിനാണ് നമ്മൾ പ്രൈം സംഖ്യകൾ അഥവാ അഭാജ്യ സംഖ്യകൾ എന്ന് പറയാം. അപ്പം അഭാജ്യ സംഖ്യകൾ വരുന്നതാണ് 11, 13, 17, 19, 23, 29 ഒക്കെ. 30 എന്ന് പറയുന്നത് അഭാജ്യ സംഖ്യ അല്ല. അല്ലെന്നുണ്ടെങ്കിൽ വേറൊരു രീതിക്ക് പറയാം, ബാക്കിയുള്ളതെല്ലാം ഓഡ് സംഖ്യകളാണ് അല്ലേ?
ഒറ്റ സംഖ്യകളാണ്, 30 മാത്രം ഒറ്റ സംഖ്യ അല്ല. പക്ഷെ അതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ഉത്തരം എന്ന് പറയുന്നത് ബാക്കിയെല്ലാം അഭാജ്യ സംഖ്യയാണ്, അഥവാ പ്രൈം സംഖ്യകളാണ്. 30 മാത്രം പ്രൈം സംഖ്യ അല്ല എന്ന് നമുക്ക് പറയാം. അപ്പോൾ നമുക്കിവിടെ ആൻസർ എന്താ വരിക? ഓപ്ഷൻ എ 30 ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്ത ചോദ്യം ഒറ്റേനെ കണ്ടെത്താനാണ്. 9, 16, 25, 36, 125, 169, 196, 225. ഇതിൽ നിന്ന് ഒറ്റേനെ കണ്ടെത്താനാണ് പറയുന്നത്. നമ്മളിപ്പോൾ സംഖ്യകളുടെ സ്ക്വയർ പഠിച്ചിട്ടുള്ള ആളുകൾക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാവും. 3 സ്ക്വയർ ആണ് 9, 4 സ്ക്വയർ ആണ് 16, അതേപോലെ 5 സ്ക്വയർ ആണ് 25, 6 സ്ക്വയർ ആണ് 36, അതേപോലെ 125 എന്ന് പറഞ്ഞാൽ 5ന്റെ ക്യൂബാണ്. 5 × 5 25 ആണ്. അതിന് × 5 ചെയ്യുമ്പോഴാണ് 125 വരുന്നത്. 169 എന്ന് പറയുന്നത് 13 സ്ക്വയർ 169, 14ന്റെ സ്ക്വയർ 196, 15ന്റെ സ്ക്വയർ 225. ഇങ്ങനെയാണ് വരിക. അപ്പോൾ ബാക്കിയുള്ളൊക്കെ സ്ക്വയർ ആണ്, ഇത് ഒന്ന് മാത്രം ക്യൂബാണ്, 125 മാത്രം ക്യൂബാണ്. അപ്പോൾ അതാണ് അവിടെ ഒറ്റയാനായിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് നമുക്ക് തന്നിട്ടുള്ളതിൽ കൃത്യമായിട്ടുള്ള ഉത്തരം. ഇത് 5 ക്യൂബ് എന്നാണ് കേട്ടോ, 53 പോലെയുണ്ട്. 5 ക്യൂബാണ് 125. അടുത്ത ചോദ്യം ഒറ്റയാനെ കണ്ടെത്തുക. 6, 9, 11, 12, 14, 15, 25. ഇതിൽ ആരാണ് ഒറ്റയാൻ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 11 മാത്രം അഭാജ്യ സംഖ്യയാണ് അല്ലെ. ബാക്കിയുള്ളതൊക്കെ നോക്കൂ, ബാക്കിയുള്ളതിനൊക്കെ ഘടകങ്ങൾ 2-ലധികം വരും. അങ്ങനെയുള്ള സംഖ്യകൾ നമ്മൾ ഭജിക്കാൻ പറ്റുന്ന അഥവാ ഭാജ്യ സംഖ്യകൾ എന്ന് പറയും. 11 മാത്രം ഇവിടെ അഭാജ്യ സംഖ്യയാണ് അഥവാ പ്രൈം സംഖ്യയാണ്. ബാക്കിയുള്ളതൊക്കെ കോമ്പോസിറ്റ് സംഖ്യ അഥവാ നമ്മൾ ഭാജ്യ സംഖ്യ എന്ന് പറയാറുണ്ട്. അപ്പൊ നമ്മൾക്കിവിടെ തന്നിരിക്കുന്നതിൽ ഓപ്ഷനിൽ തന്നിരിക്കുന്ന ഇത്രയും നമ്പേഴ്സിൽ വ്യത്യസ്തമായി നിൽക്കുന്നത് ആരാണ്? അത് 11 ആണ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇതിൽ ചർച്ച ചെയ്യുന്ന 10 ചോദ്യങ്ങൾ. പല രീതിയിൽ ചോദിക്കാം. LDCക്കൊക്കെ കുറച്ച് എളുപ്പമുള്ള രീതി തന്നെയായിരിക്കും നമുക്ക് ചോദിക്കാം. എന്നാലും നമ്മൾ കുറച്ച് ഹൈ ലെവലും കൂടെ നമ്മൾ നോക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒന്നുകിൽ നമുക്ക് ഒരു സീരീസ് തന്നിട്ട് അതിൽ തന്നെ നമ്മൾക്ക് ഏതാണ് തെറ്റായിട്ടുള്ളതെന്ന് നമ്പർ വെച്ചിട്ട് ചോദിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വാക്കുകൾ വന്നിട്ട് നമ്മളിപ്പോൾ കണ്ടില്ലേ, കുറേ വാഹനങ്ങളിലൊക്കെ തന്നിട്ടില്ല ഏതാണ് വ്യത്യസ്തമായിട്ടുള്ളത്, അങ്ങനെയൊക്കെ നമുക്ക് വേർഡ്സ് വെച്ചും ചോദിക്കാം. അതേപോലെ തന്നെ ഇതുപോലെ അക്ഷരങ്ങൾ വെച്ചിട്ടും അതായത് ലെറ്റേഴ്സ് വെച്ചിട്ടും ചോദിക്കാം, നമ്പറുകൾ വെച്ചിട്ട്. അപ്പോൾ ഇങ്ങനെ രണ്ടും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഒന്നുകിൽ നമുക്ക് ഓപ്ഷനിൽ നിന്നായിരിക്കണം വ്യത്യസ്തമായിട്ടുള്ള ഒന്നിനെ കണ്ടുപിടിക്കേണ്ടത്, അല്ലെങ്കിൽ ചോദ്യത്തിൽ നിന്നായിരിക്കണം വ്യത്യസ്തമായിട്ടുള്ള ഒന്നിനെ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, താങ്ക് യു.